യുവാക്കളിൽ പെട്ട ആരാണോ ഈ പാവത്തിൽ കുടുങ്ങിയവരാണ്, ആ പാവത്തിൽ കുടുങ്ങിയതിനു ശേഷം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന കുറ്റം ഏറ്റു സമ്മതിച്ചു. ആ കുറ്റത്തിന്റെ ശിക്ഷ തന്റെ മേൽ നടപ്പിലാക്കാൻ പറഞ്ഞു. കടുത്ത വ്യഭിചാരത്തിന്റെ പേരിലുള്ള കടുത്ത ശിക്ഷയായ കല്ലാൽ എറിയപ്പെട്ട് കൊല്ലുക എന്നുള്ള ആ കടുത്ത ശിക്ഷയ്ക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി വന്നിട്ട് പറഞ്ഞു, എന്നെ പരിശുദ്ധമാക്കണം. നബി തങ്ങൾ ശ്രദ്ധിച്ചില്ല, മോചരിച്ചു. അദ്ദേഹം പിന്നെ നബി തങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ ശ്രദ്ധിച്ചില്ല, മോചരിച്ചു. മൂന്നാമത് നബി തങ്ങളുടെ മുമ്പിൽ മുഖത്തിന് നേരെ വന്നു പറഞ്ഞു, ഞാൻ പാവം ചെയ്തു പോയി, എന്നെ പരിശുദ്ധമാണ്. 3 പ്രാവശ്യം ഇതിൽ നിന്നെല്ലാം മസായിലുകളെല്ലാം ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ ഹജ്ജ് നടപ്പിലാക്കാൻ പറഞ്ഞു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ പാവത്തിൽ കുടുങ്ങിപ്പോയി, പരിശുദ്ധമാക്കണം. നീ ഗർഭിണിയാണെന്ന് ചോദിച്ചാൽ പ്രസവിച്ചിട്ട് വരാം. പേരെഴുതിയെടുത്തില്ല, അഡ്രസ് എഴുതിയെടുത്തില്ല, ജാമ്യം വാങ്ങിയില്ല, ഒന്നും വാങ്ങി. അങ്ങനെ തന്നെയൊക്കെ പറഞ്ഞു. അവർ പോയി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു. ഞാൻ പ്രസവിച്ചു, എന്റെ മേൽ ഹജ്ജ് നടപ്പിലാക്കണം. പറഞ്ഞ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തിയത് ആഹാരം കഴിക്കാറായിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും അഡ്രസ്സൊന്നും എഴുതി മേടിച്ചില്ല, ജാമ്യം വാങ്ങിച്ചില്ല, ഒന്നും ചെയ്തില്ല, പറഞ്ഞയച്ചു. കുറെ മാസങ്ങൾ കഴിഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ റൊട്ടി കഷ്ണവും കൊടുത്തുകൊണ്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. എന്താ, ആ കുട്ടി ആഹാരം കഴിക്കാറായി എന്ന് തെളിവ്. റൊട്ടി കഷ്ണം കൊടുത്താൽ അത് തിന്നുന്ന നിലയിൽ ആ കുട്ടിയെ കൊണ്ടുപോകും. നബി തങ്ങൾ ചോദിച്ചു, കുട്ടിയെ ഏറ്റെടുക്കാൻ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു സഹാബി തയ്യാറായി. അനുസരിച്ച് ആ കുട്ടിയെ അവരെ ഏൽപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുഴി കുടിച്ച് ആ സ്ത്രീയെ ഇറക്കി നിർത്തി കല്ലുകൊണ്ടിറക്കി കൊല്ലാം. അപ്പൊ താൻ ചെയ്തു പോയ പാവത്തെ പറ്റി എന്തോരം പേടിയുണ്ടായിട്ടാണ് ഈ നിലയിൽ 3 പ്രാവശ്യം മടങ്ങി വന്നു. ഗർഭിണിയാണ് പോട്ടെ, അപ്പോൾ ആ സമയത്ത് തന്നെ ശിക്ഷയ്ക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഒരു കുഞ്ഞിനെ പെറ്റെടുത്തതിന് ശേഷം ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു മാതാവ്, ഞാൻ കല്ലാൽ തെയ്യപ്പെട്ട് മരിച്ചു പോയാൽ ഈ കുഞ്ഞ് അനാഥയായി പോകുമല്ലോ, ഈ കുഞ്ഞിനെ ആര് നോക്കും, ആര് വളർത്തും? തള്ളയ്ക്കൊരു കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും തീർച്ചയായിട്ടും ഈ നിലയിൽ തന്റെ നിബിധങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കടുത്ത ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്നും തടുക്കാം. നിബിധങ്ങൾ ആളെ വിട്ട് ഒളിപ്പിക്കുകയും ചെയ്തില്ല. അപ്പോ ഇതൊന്നും കൂടാതെ ആ സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് തന്നെ പരിശുദ്ധമാക്കണം, തഹ്ർമി യാ റസൂലല്ലാഹ് എന്ന് പറയണമെങ്കിൽ എന്തായിരുന്നു അവരുടെ ഈമാൻ?